ചെറിയച്ച. എന്ത് പ്രശ്നം വന്നാലും എന്നെ നോക്കിക്കൊള്ളാന്ന് ചെറിയമ്മ വാക്ക് തന്നതാ. അതിനെന്താ മോളെ, ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി എസ്റ്റേറ്റിലേക്ക് പോകുന്നെങ്കിൽ പൊയ്ക്കോ. ചെറിയച്ഛൻ ഇതൊക്കെ നേടിയിരിക്കുന്നതേ നിന്റെയും കൂടി സന്തോഷത്തിനല്ലേ. ചെന്ന് അവനെ ഒന്ന് സമാധാനപ്പെടുത്ത്. സാറാ മാഡം അവന് പകരം ഒരാളെ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കസേരയിൽ അയാളെ ഇരിക്കൂ. അതിനൊരു സംശയവും വേണ്ട. അപ്പൊ സൂര്യ ഇത്രയും കാലം വരുണിന്റെ കൂടെ പൊട്ടിത്തെറിച്ച് നടന്നവനല്ലേ. വീടിന് പുറത്തു പോയവൻ അനുഭവിക്കുന്നുണ്ട്. ഇവൻ വീടിനകത്ത് കിടന്ന് അനുഭവിക്കട്ടെ. ചന്ദ്രശേഖരനോട് ധിക്കാരം പറയുന്നവരെ മര്യാദ പഠിപ്പിച്ചിട്ടേ ചന്ദ്രശേഖരൻ അടങ്ങൂ. വരുൺ, എഴുന്നേറ്റ്. വരുൺ, 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 എഴുന്നേക്ക്. വരുൺ, വരുൺ, എഴുന്നേക്ക്. അയ്യോ, വരുൺ, എഴുന്നേക്ക്. അച്ഛാ, വരുൺ. അയ്യോ, വരുൺ, എഴുന്നേക്ക്. അച്ഛാ, അമ്മേ. എന്താ മോളെ? വരുൺ വിളിച്ചിട്ട് എഴുന്നേക്കുന്നു. മോനെ, മോനെ, വരുണേ, മോനെ, വരുൺ, വരുൺ, മോനെ, മോനെ, വരുൺ. എന്താ പറ്റിയത്? വരുൺ, മോനെ, വരുൺ, മോനെ, മോനെ, വരുൺ, വരുൺ, മോനെ, വരുൺ, വരുൺ, എഴുന്നേക്ക്. വരുൺ, വരുൺ, എഴുന്നേക്ക്. വരുൺ, വരുൺ, എന്നെ വിട്ടു പോയോ? ഈശ്വരാ. വരുൺ, കണ്ണു തുറക്ക്. വരുൺ, മോനെ, വരുൺ, മോനെ, വരുൺ, മോനെ, വരുൺ, എഴുന്നേക്ക്. മോനെ, വരുൺ, എഴുന്നേക്ക്. മോനെ. ഈശ്വര, എന്താ എന്റെ മോന് പറ്റിയത്? എന്താ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ കണ്ടത്? മോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. മോളെ വിളിച്ചു നോക്കാം. ഹലോ മുത്തശ്ശി, എന്റെ മോൻ എന്താ പറ്റിയത്?
എവിടെ മോളെ അവൻ? അയ്യോ മുത്തശ്ശി എന്തിനാ പേടിക്കുന്നേ? വരണൊരു കുഴപ്പമില്ല. വരണേ, ഉറക്കാം. അല്ല, അവൻ എന്തോ കുഴപ്പമുണ്ട്. മുത്തശ്ശി, വരണ ചെറിയൊരു പനിയുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് അവനോട് സംസാരിക്കണം, ഇപ്പൊ തന്നെ സംസാരിക്കണം. നീ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക. അല്ല മുത്തശ്ശി, അത് എനിക്കൊരു മനസമാധാനം ഇല്ലാത്തോണ്ടാ മോളെ. നീ അവനെ ഒന്ന് വിളിക്ക്. വരുൺ, വരുൺ, ദേ മുത്തശ്ശിയ സംസാരിക്കണമെന്ന് പറയുന്നു. മോനെ, മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ല മുത്തശ്ശി, ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഇതെന്താ ഈ നേരത്ത്? പോയിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്ക്? മുത്തശ്ശി ഓർക്കാത്തോണ്ടല്ല, വിളിച്ച എന്താ പറയാന്ന് കരുതിയിട്ടാ. നീ ഞങ്ങളോട് തെറ്റൊന്നും ചെയ്തിട്ടല്ലല്ലോടാ പോയത്. എനിക്കും പരമേശ്വരനും പത്മിക്കും ഒക്കെ നിന്റെ വിളിയല്ലേ ആശ്വാസം. അച്ഛനെ അമ്മയും വിളിക്കണം കേട്ടോ. ഞാൻ വിളിച്ചോളാം മുത്തശ്ശി. ഞങ്ങള് ആറ്റുവാശ്ശേരില്ല. ആ സൂര്യ പറഞ്ഞു, നാട് മുഴുവൻ അലഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ചെന്ന് നിൽക്കുന്നത് തന്നെയാ. ദേവനാരായണൻ തിരുമേനിയും യശോദയും ഒരു മുഷിവും കാണിക്കില്ല. നിങ്ങൾ അവിടെ തന്നെ നിന്നോ. മുത്തശ്ശിക്ക് സുഖാണോ? എന്ത് സുഖമാടാ. എത്രയൊക്കെ സൗകര്യങ്ങൾ മുത്തശ്ശിയുടെ ചുറ്റിലുണ്ടായാലും നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തില്ലെങ്കിൽ മുത്തശ്ശിക്ക് സന്തോഷിക്കാൻ തോന്നൂ. ഒറ്റപ്പെട്ടു പോയതുപോലെ ആയടാ. അടുത്തു വന്നിരിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. പരമേശ്വരൻ തളർന്നു പോയ അവസ്ഥയില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്ക് ഊഹിക്കാലോ. മുത്തശ്ശി വിഷമിക്കില്ല മുത്തശ്ശി. എന്തെങ്കിലും ഒരിക്കലും എല്ലാം പഴയതുപോലെ തന്നെയാവും. നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടാവും. ഞങ്ങൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും. മുത്തശ്ശി, വരണ്ട കാര്യത്തിൽ മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ. മുത്തശ്ശിയുടെ പൊന്നുമോനെ ഞാൻ നോക്കിക്കോളാം, എന്റെ ജീവൻ കളഞ്ഞിട്ടായാലും.